ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 15, പിന്നെ 19, 20 വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അടുത്തത് 19-ഉം 20-ഉം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. ഇന്നത്തെ മെസ്സേജ് ഇതാ: നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. ചൂസ് ഗുഡ് പാർട്ട്. നല്ലത് തിരഞ്ഞെടുക്കുക. രണ്ടും, നല്ലതും പന്നതും നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനെ തിരഞ്ഞെടുക്കണം? നല്ലതിനെ തിരഞ്ഞെടുക്കണം. ഇവിടെ പറഞ്ഞത് ജീവനും മരണവും, ജീവനും ഗുണവും മരണവും ദോഷവും 15-ൽ പറയുന്നു നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്താണോ ലൈഫ്, എന്താണോ ഈവിൾ, എന്താണോ ഗുഡ്, എന്താണോ ഡെത്ത്, ഇതെല്ലാം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുക. എന്നിട്ട് 19 വായിക്കുന്നത്, 19, 20 ആണ് നമ്മൾ വായിച്ചത്. 19 ഒന്ന് കാണിച്ച മോനെ. 19 പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചോണം. ദൈവം മനുഷ്യന് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാം? തെരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില്ല് ദൈവം മനുഷ്യന് നൽകിയിരിക്കുക. അത് കയറി ദൈവം പിടിക്കത്തില്ല. മനോഹരമായ ഏദൻ തോട്ടത്തിൽ ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ഏദനിലാക്കി. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് ഇവിടെ എല്ലാം നോക്കാം, പക്ഷെ നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരെണ്ണം ഉണ്ട്, അത് നീ ഭക്ഷിച്ചാൽ നിനക്ക് ബാക്കിയെല്ലാം ചെയ്തു. അപ്പം ചിലതിനെ തെരഞ്ഞെടുക്കാൻ, ചൂസ് ചെയ്യാൻ ദൈവം മനുഷ്യൻ നൽകിയത് വിൽ പവർ. അത് ദൈവം മനുഷ്യൻ നൽകിയതാണ്. അവിടാണ് പിശാച് കയറി പിടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നമ്മുടേതാ. കണ്ടാലോ, ഞാൻ വാതിക്കൽ വന്നു മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ, അപ്പം വാതിൽ തുറക്കേണ്ട നമ്മളാ, ശബ്ദം മുട്ടുന്നത് കർത്താവിന്റെ പദ്ധതി. അപ്പൊ ഇവിടെ പറയുന്ന, ഇനി എല്ലാവരും ശ്രദ്ധിച്ചു, നമ്മുടെ ജീവിതത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ ഒരു വാക്കാ പറഞ്ഞു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ആകാശത്തെയും ഭൂമിയെ സാക്ഷി നിർത്തി ദൈവം അരുളി ചെയ്യുക. ലോകാവസാനത്തിൽ ഈ കാണുന്ന സകലതും കത്തിയെറിയുന്ന ആകാശവും ഭൂമിയും മാറി പുതുവാനവും പുതുഭൂമിയും വരുന്ന ഒരു അനുഭവം ദൈവം വെച്ചിട്ടുണ്ട്. അതുവരെ ഈ കാലഘട്ടത്തിൽ ഈ ആകാശത്തിന്റെ കീഴിൽ ദൈവം വെച്ചിരിക്കുന്ന അനുഭവമാണ് അനുഗ്രഹവും ശാപവും, ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുക. എല്ലാവരും നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചേക്കുക. ഇനി പറയുന്നു, എന്നിട്ട് അടുത്ത വാക്യം വായിക്കുമ്പോൾ 20 വായിക്കുമ്പോൾ 20 എന്താ പറയുന്നത്? യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൂത് പറഞ്ഞ ദേശം നീ പാർക്കണമെങ്കിൽ നിന്നോട് ദൂത് പറയാ, നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുക. അവനോട് പറ്റിരിക്കുക. നീ നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. പറയാ, നീ ജീവനെ എന്തോ ചെയ്തോണം? തിരഞ്ഞെടുത്തു. മോശ തന്റെ മരണസമയത്ത്, തന്റെ ജീവിതം അവസാനിച്ച് തന്റെ ശുശ്രൂഷ ജോശുവായിക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പേ നടത്തിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ ഒന്നും കൂടെ ഓർപ്പിക്കുക. ദൈവത്തിന്റെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് താൻ മരിച്ച് അടുത്ത ആളിലേക്ക് ശുശ്രൂഷ ഏൽപ്പിക്കുക. എന്നിട്ട് വേണം വാഗ്ദത്ത നാട്ടിൽ കനാനിലേക്ക് കയറാൻ പോവാ. കനാനി കയറിയിട്ടില്ല, വാഗ്ദത്ത നാട്ടിൽ കയറാൻ പോവാ. ജോഷുവയുടെ പുസ്തകം വരുമ്പോൾ കനാനി നാട്ടിൽ കയറും. അതിനു മുമ്പ് ഒന്ന് പ്രിപ്പറേഷൻ പറയാ, ഒരു കാര്യം പറയാ, ഞാൻ മരിക്കുക, ഇത്രത്തോളം ദൈവത്തിന്റെ കൃപ വന്ന് ഞാൻ നിങ്ങളെ നടത്തി, ഞാൻ മാറുക. പക്ഷെ ഒരു കാര്യം പറയാ, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ ദൈവം വെച്ചേക്കുക.
നീ പാർക്കാൻ പോകുന്ന വേഷത്തിന് നിനക്ക് ഗുണമായി തീരാൻ, ദൈവത്തോട് പറ്റിയിരുന്ന് നന്മ കിട്ടണമെങ്കിൽ ചൂസ് ലൈഫ്. നീ ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക. അനുഗ്രഹമുണ്ട്, ശാപമുണ്ട്, ജീവനുണ്ട്, മരണമുണ്ട്, തിന്മയുണ്ട്, എല്ലാം നിന്റെ മുമ്പിൽ വെച്ചേക്കാം. പക്ഷെ എന്ത് നീ തെരഞ്ഞെടുത്തോണം? നിനക്ക് ഗുണം വരണമെങ്കിൽ നീ ജീവനെ ചൂസ് ലൈഫ്, ജീവനെ തെരഞ്ഞെടുത്തു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒത്തിരി തെരഞ്ഞെടുപ്പുണ്ട്. നമ്മൾ എന്ത് തെരഞ്ഞെടുക്കുന്നു അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ എന്ത് തെരഞ്ഞെടുക്കുന്നു അതിന്റെ ഫലം എല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ തെരഞ്ഞെടുപ്പ് നമ്മുടേതാ. ലൂക്കോസ് ചാപ്റ്റർ 10 വേഴ്സ് 42, 10:42. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. കണ്ടോ, 42ാമത്തെ വചനം പറയുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ആമേൻ. Mary has chosen the good part. മറിയ എന്ത് ചെയ്തു? നല്ല പോർഷൻ, നല്ല പാട്ട് അവൾ എന്ത് ചെയ്തിരിക്കുന്നു? തെരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവളിൽ നിന്ന് അപഹരിക്കുന്നില്ല. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞ വചനം. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ, യേശു മാർത്ത മറിയ എന്ന് പറയുന്ന ലാസറിന്റെ സഹോദരിമാരായ ബെഥാനിയിലെ വീട്ടിൽ യേശു വന്നു. യേശുവിനെ സ്വീകരിച്ച് അകത്തോട്ട് കയറ്റി. പക്ഷെ ഇവിടെ സഹോദരിയായ മാർത്ത ഓടി ശുശ്രൂഷ ചെയ്യാനും അടുക്കളപ്പണി ചെയ്യാനും ഒക്കെ അങ്ങ് പോയി. അവള് ശുശ്രൂഷ ചെയ്ത് അങ്ങ് കുഴയുക. പക്ഷെ മേരി എന്ത് ചെയ്തെന്നറിയോ? കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവത്തോട് പറ്റിയിരുന്ന് വചനം കേൾക്കാനിരുന്നു. പറ്റിയിരുന്ന് വചനം നിറയ്ക്കും. ഒന്നാം സ്ഥാനം ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നതിന് ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞ ബാക്കി എല്ലാം ഉള്ളു. ഈ സമയത്ത് ഈ സഹോദരിയായ ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞ മാർത്ത വന്നിട്ട് പറയാണ് യേശുവിനോട്, യേശുവേ, ഈ മറിയോട് പറ, ഈ മേരിയോട് പറ, എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ നിനക്ക് വേണ്ടി അടുക്കളയിൽ ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞു. അതിന് മറുപടി പറഞ്ഞതാ, അവള് ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം ഈ മേരി തെരഞ്ഞെടുത്തത് ഗുഡ് പോർഷൻ ആണ്. മേരി നല്ലത് തെരഞ്ഞെടുത്തു. ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ ചിലത് ക്രിസ്തീയ ജീവിതത്തിൽ വരും. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. മേരി എന്ത് ചെയ്തു? അവൾ നല്ല അംശം, ഗുഡ് പാർട്ട് ചൂസ് ചെയ്തു. അതാരും അവളിൽ നിന്ന് ഇന്ന് പകരം ഒരു ദൂത് പറയാം. നല്ലത് തെരഞ്ഞെടുത്താൽ, ദൈവത്തിന്റെ നല്ലത് മുറുകെ പിടിച്ചാൽ ഒരുത്തനും പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. നല്ല അംശം നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. നീ ജീവനെ തെരഞ്ഞെടുത്താൽ നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിനക്ക് എന്തു വേണമെന്ന് വെച്ചാൽ നീ തെരഞ്ഞെടുക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ബ്ലെസ്സിംഗ് പ്രാപിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പെടുത്തനുസരിച്ച് നമുക്ക് എങ്ങനെ തീരുമാനിക്കാം, പറ്റിയിരിക്കാം, മാറി നിൽക്കാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ്. മേരി നല്ല അംശം തെരഞ്ഞെടുത്തു. കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തു. അവൾ തെരഞ്ഞെടുത്തത് നല്ലതാണ്. ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, നമ്മുടെ ക്രിസ്തീയത്തിന്റെ തെരഞ്ഞെടുപ്പ് നല്ലതായിരിക്കണം. നമ്മുടെ മുമ്പിൽ രണ്ടും വരും. ജീവനും വരും, മരണവും വരും, അനുഗ്രഹം വരും, ശാപം വരും, തിന്മയും വരും, നന്മയും വരും, ഗുഡും വരും, ഈവിളും വരും. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. അതിന്റെ എന്ത് തെരഞ്ഞെടുക്കുന്നോ അതിന്റെ റിസൾട്ട് നമ്മൾ അനുഭവിച്ചിരിക്കും. മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത, അബ്രാഹാമിനും ഇസ്ഹാക്കിനോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത് ശുഭമായിരിക്കാൻ, അവനോട് പറ്റിയിരിക്കാൻ ഞാനൊരു കാര്യം പറയാം, നല്ലത് ജീവനെ നീ തെരഞ്ഞെടുത്തോളാം. ഉറക്കെ പറ, ജീവനെ തെരഞ്ഞെടുത്തോളാം. ഈ വാക്ക് കേട്ടിട്ട് ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത കനാൻ നാട്ടിൽ കയറി കഴിഞ്ഞ് എല്ലാവർക്കും ദേശമൊക്കെ വിവാഹിച്ച് ഗോത്രങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ജോഷുവ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇത് തന്നെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു, ഇതുവരെ കൊണ്ടുവന്ന ദൈവം നമ്മുടെ ദൈവം. ഇനി ആർക്കെങ്കിലും നന്മ കിട്ടി, വാഗ്ദത്തമൊക്കെ കിട്ടി, വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്യ ദൈവങ്ങളെയൊക്കെ ആരാധിക്കാൻ നിങ്ങൾക്ക് പോണെങ്കിൽ പൊയ്ക്കോ. പക്ഷേ നമ്മുടെ ബൈബിൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് ജോഷുവയുടെ തീരുമാനമാണ്.
ഹല്ലേലൂയ. ഇപ്പൊ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, വാക്തത്വമൊക്കെ കിട്ടി, നന്മ കിട്ടി, ഇനി ദൈവം ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലെന്നല്ല. ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ എന്തോ വേണേ ചെയ്തോ, നിങ്ങൾ നല്ലത് തെരഞ്ഞെടുത്തോ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ജോഷുവ 24:14 പറയും, ഞാനും എൻ്റെ കുടുംബവും. 14:15 ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. നമ്മുടെ തീരുമാനം എന്തൊക്കെ സംഭവിച്ചോട്ടെ ചുറ്റും, ഞാനും എൻ്റെ കുടുംബം ഞങ്ങള് ദൈവത്തെ ആരാധിക്കും, സേവിക്കും. അത് നമ്മുടെ തെരഞ്ഞെടുപ്പാ. ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിയർ 3:14, ഞാൻ പിമ്പിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ശ്രദ്ധിച്ചേ, ജോഷുവ കുടുംബമായിട്ട് തീരുമാനം എടുത്തു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങള് നല്ലത് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. കുടുംബമായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കും. ഇവിടെ പൗലോസ് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു, എന്തൊക്കെ സംഭവിച്ചാലും പിന്നിലുള്ളതെല്ലാം ഞാൻ മറന്ന്, എനിക്ക് ഇത്രത്തോളം കിട്ടിയതും ഇത്രയും വെളിപ്പാട് കിട്ടിയതും എന്തൊക്കെ സംഭവിച്ചതും എല്ലാം ഞാൻ മറക്കുന്നു. ഞാൻ മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദിന്റെ ലാക്കിലായി ഓടുന്നു. എനിക്ക് വേണമെങ്കിൽ ഓടാതിരിക്കാം, കിട്ടിയത് കൊണ്ട് ഇവിടെ തൃപ്തിപ്പെട്ടിട്ടിരിക്കാം, അല്പം ഒരു അപ്പോസ്തലനായിട്ട് ഇവിടെ തന്നെ ഇരിക്കാം. ഇല്ല, ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഹല്ലേലൂയ. പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു. അത് എന്റെ തീരുമാനം. ഞാൻ തിരഞ്ഞെടുക്കുന്നു. എന്ത് തിരഞ്ഞെടുക്കുന്നു? എന്റെ ദൈവത്തിന്റെ പരമ വിളിയുണ്ട്, അത് ഞാൻ ഓടുന്നു. ഹല്ലേലൂയ. എനിക്കൊരു നന്മ കിട്ടിയത് കൊണ്ട്, അല്പം കാര്യം നടന്നുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് തീരുകയല്ല. എന്റെ ലക്ഷ്യം, ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്റെ ദൈവത്തിന്റെ പരമ വിളിയാണ്. ആ ലാക്കിലേക്ക് ഞാൻ ഓടാൻ തീരുമാനിക്കുന്നു. അതിന് ഞാൻ പിമ്പിൽ എന്ത് മറക്കണോ അതെല്ലാം മറക്കുക. ഇന്ന് പകൽ ദൈവനോട് സംസാരിക്കുന്നു, നല്ലത് തിരഞ്ഞെടുക്കുക. നിന്റെ മുമ്പിൽ എല്ലാം വെച്ചിട്ടുണ്ട്, നിനക്ക് ഓടാം, ഓടാതിരിക്കാം, നിനക്ക് തിരഞ്ഞെടുക്കാം, തിരഞ്ഞാതിരിക്കാം, നിനക്ക് ദൈവത്തെ സേവിക്കാം, നിനക്ക് സേവിക്കാതിരിക്കാം. പക്ഷെ ഒരു കാര്യം പറയുന്നു, നീ നല്ലത് തിരഞ്ഞെടുത്താൽ അത് നിനക്ക് അനുഗ്രഹമാണ്, ശുഭമാണ്. ഹല്ലേലൂയ. ഈ ആകാശത്തെ ഭൂമിയെ സാക്ഷി നിർത്തി ഈ ഭൂമിയിലുള്ള ഒരു സംഭവമാണ് അനുഗ്രഹവും ശാപവും, ജീവനും മരണവും നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചേക്കാം. നമുക്ക് തിരഞ്ഞെടുക്കാം. ക്ഷമിക്കണോ വേണ്ടായോ നമുക്ക് തിരഞ്ഞെടുക്കാം. വിട്ടുകളയണോ മുറുകെ പിടിക്കണോ നമുക്ക് തീരുമാനിക്കാം. പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കാതിരിക്കണോ നമുക്ക് തീരുമാനിക്കാം. പ്രതിസന്ധി കണ്ട് പതറണമോ അതോ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ജീവൻ പ്രാപിക്കണമോ നമുക്ക് തീരുമാനിക്കാം. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകണമോ അതോ പറ്റിയിരുന്നോ വിടുതൽ പ്രാപിക്കണമോ നമുക്ക് തീരുമാനിക്കാം. കർത്താവിന് മാറി പലതും ചെയ്ത് കുഴയണോ അതോ മേരിയെ പോലെ കർത്താവിന്റെ സന്നിധി ചേർന്നിരുന്ന് അവന്റെ കൃപ പ്രാപിക്കണോ നമുക്ക് തീരുമാനിക്കാം. ഇന്ന് പകൽ ചിലരോട് ദൈവം ഒരു വെല്ലുവിളി പോലെ ചലഞ്ചിങ് മെസ്സേജാ. നിന്റെ മുമ്പിൽ രണ്ടും വരും, നീ നല്ലത് തിരഞ്ഞെടുക്കുക. യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ പലതും നിന്റെ കൺമുമ്പിൽ വരും. പക്ഷെ ചൂസ് ഗുഡ്, നല്ലത് തിരഞ്ഞെടുക്കുക. ലോകത്തിന്റെ ചിലത് താൽക്കാലിക, നാളെ നിന്നെ കുഴി കൊണ്ടെത്തിക്കുന്നതാ. പക്ഷെ നീ നല്ലത് തിരഞ്ഞെടുത്താൽ കുഴി കിടക്കുന്ന നിന്നെ ഉയർത്തിക്കൊണ്ടെത്തിക്കുന്നതാ. ചൂസ് ലൈഫ്. നല്ലത് തിരഞ്ഞെടുക്കുക. തീരുമാനം നമ്മുടേതാ. എത്ര പേര് ഇന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്? ചൂസ് ലൈഫ്, ചൂസ് ഗുഡ് പാർട്ട്. നല്ലത് തിരഞ്ഞെടുക്കുക. ജീവനെ നീ തിരഞ്ഞെടുക്കുക. എല്ലാം ഇത് മുമ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്മുമ്പിൽ. ക്രിസ്ത്യ ജീവിത യാത്ര നമ്മൾ ആരംഭിച്ചു. പക്ഷെ എന്ത് തിരഞ്ഞെടുക്കുന്നോ അതനുസരിച്ചിരിക്കും നമ്മുടെ വിജയത്തിന്റെ പൂർണ്ണത. ജോഷുവ കുടുംബമായിട്ട് തീരുമാനിച്ചു, ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും. മേരി നല്ല അംശം തിരഞ്ഞെടുത്തു. പൗലോസ് പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തു, പിമ്പിലുള്ളതൊക്കെ മറക്കാം, എനിക്ക് വലുത് പരമവിളിയുടെ വിളി, ലാക്ക്, അത് ഞാൻ അങ്ങ് തിരഞ്ഞെടുക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭ തന്നെ ഒരു കാര്യം അങ്ങ് ഏറ്റെടുത്തു. അപ്പൊ വ്യക്തിയും കുടുംബവും സഭയുമായിട്ട് ഏറ്റെടുക്കാൻ പറ്റും.
വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യത്തിൽ ഫിലദൽഫിയ സഭയുണ്ട്. ആ സഭ ഒരു കാര്യമൊക്കെ തീരുമാനിച്ചു. അതൊന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, ബൈബിളിലെ അവസാന പുസ്തകം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വചനം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ആരാ പറയുന്നത്? ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ. നീ തെരഞ്ഞെടുത്തത് ആരാന്നറിയാമോ? കീ കയ്യിലുള്ളവനെ തെരഞ്ഞെടുക്കണേ. കീ ഉള്ളവനെ തെരഞ്ഞെടുത്തോണം. കീ ഉള്ളവനാണ് വലിയ സംഭവം. ഇപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിന്റെ അടുത്ത് നമുക്കൊരു സന്ദർശിക്കാം. അവിടെ വലിയ കജാകടിയന്മാരും മറ്റു വലിയ ആൾക്കാരും ഒക്കെ വൻ സെറ്റപ്പായിട്ട് നിന്നെന്ന് വിചാരിച്ചു, വണ്ടിയും കാറൊക്കെ. നമ്മൾ അവരോട് പറ്റുന്നൊരു കാര്യമില്ല. ഇതിന്റെ അകത്ത് കയറി അതിന്റെ അകത്ത് അനുഭവിക്കണമെങ്കിൽ ആൾ സ്കെൽറ്റ് ആണെങ്കിലും കീ ഉള്ളവനെ കൊണ്ടേ പ്രയോജനമുള്ളൂ. നമ്മളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടവരോടൊക്കെ ചേർന്ന് പറ്റിയിരുന്ന് സംസാരിച്ചു, അയ്യോ അങ്ങനാണോ ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇതിന്റെ അകത്ത് കയറി അനുഭവിക്കണമെങ്കിൽ ആര് വേണം? ഇപ്പൊ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷന്റെ ഹോളിൽ ചെല്ലുമ്പോ എല്ലാവർക്കും അറിയാം ചിരി വരുന്നത്. എത്ര പരിചയക്കാരും ബന്ധുക്കാരന്റെ പരിചയക്കാരനായാലും നമ്മുടെ കൊച്ചപ്പന്റെ മോന്റെ കല്യാണമാന്ന് പറഞ്ഞാലും ഫുഡ് കഴിക്കാൻ കയറണമെങ്കിൽ കാറ്ററിംഗുകാരന്റെ കയ്യിലാ കീ ഇരിക്കുന്നത്. അവൻ വിചാരിക്കാതെ ഒരുത്തിനകത്ത് കയറത്തില്ല. കീ ഉള്ളവനാ എന്ന് പറയുന്ന പോലെ ദാവീദ് ഗോത്രത്തിന്റെ കീ കയ്യിലുള്ളവനെ നീ തെരഞ്ഞെടുക്കുക. ഇനി ആര് മറക്കാതെ തുറക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. ഇനി 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയണോ? ആ സഭയായിട്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ ഒരു ഡോർ തുറന്നു വെച്ചേക്കുക ഫിലദൽഫിയ സഭ. എന്താ കാരണം എന്നറിയാമോ? അത് ആർക്കും അടച്ചുകൂടാ. ആർക്കും അടയ്ക്കാത്തൊരു ഡോർ വെച്ചേക്കുക. എന്താ അങ്ങനെ വെച്ചെന്നറിയാമോ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. കണ്ടോ? ഫിലദൽഫിയ സഭയെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പ്രതികൂലവും പ്രതിസന്ധി വന്നപ്പോ നിനക്ക് തള്ളി പറയായിരുന്നു, ഇട്ടിട്ട് ഓടായിരുന്നു. പക്ഷെ എന്റെ നാമത്തെ നിഷേധിക്കാതെ അല്പമേ ശക്തിയുള്ളെങ്കിലും ആ ഉള്ളത് വെച്ച് പിടിച്ചു നിൽക്കാൻ നീ എടുത്തൊരു തീരുമാനം ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ ഞാനൊരു ഡോർ തുറന്നേക്കുക. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുക. ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഒത്തിരി വചനത്തിന്റെ പരിജ്ഞാനമൊന്നും ജീവിതത്തിന്റെ അകത്തില്ല. പക്ഷേ ഇതൊക്കെ പ്രതിസന്ധി വന്നിട്ടും ദൈവത്തെ തള്ളിക്കളയാതെ വചനത്തെ മുറുകെ പിടിച്ച നീ ആ തീരുമാനം എടുത്താൽ നിന്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഡോർ എന്റെ ദൈവം തുറക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ മകന്റെ ജീവിതത്തിന്റെ മേൽ ആരും അടയ്ക്കാത്തവണ്ണ ചില ഡോറുകൾ ഓപ്പൺ ആകട്ടെ. ഈ ദൂത് നിന്നോട് പറയുന്നു, ഫിലദൽഫിയ സഭയോട് പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ ആ വചനത്തെ കീപ്പ് ചെയ്തു. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അല്പമേ ശക്തിയുള്ളതെന്ന് പറഞ്ഞ് മാറി നിൽക്കാം, നിരാശപ്പെട്ടിരിക്കാം. അയ്യോ വയ്യ, ഇത്രയൊക്കെ പ്രതികൂലമായി ഞങ്ങൾക്ക് സഭയായിട്ട് സഹിക്കാൻ പറ്റത്തില്ല. ഫിലദൽഫിയ സഭയ്ക്ക് മാറി നിൽക്കാം. പക്ഷെ അവരൊരു തീരുമാനമെടുത്തു, അല്പമേ ശക്തിയുള്ളെങ്കിലോ എന്റെ വചനത്തെ നീ കാത്തതുകൊണ്ട്, എന്റെ വചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാനൊരു ഡോർ തുറക്കും. അല്പമേ ശക്തിയുള്ളെങ്കിലും നീ അതെന്റെ വചനം കാത്തു, എന്റെ നാമത്തെ നിഷേധിച്ചില്ല. അല്പേ ഉള്ളൂ, അത് മതി, അത് തെരഞ്ഞെടുക്കുക. അവിടെ വിടുതൽ. അല്പമേ ഉള്ളതൊന്നും വിട്ടുകളയല്ല, അല്പമേ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് മുറുകെ പിടിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കുന്നത്. ഒരു തീരുമാനം എടുത്തപ്പോ ദൈവം പറയും, ഡോർ തുറന്നു വെച്ചേക്കോ. ഒരുത്തനും അടയ്ക്കാൻ പറ്റാത്ത ഡോർ ഞാൻ തുറന്നു വെച്ചേക്കോ. ആർക്കാ? നല്ല കാലത്തല്ല ഒരു തീരുമാനം എടുത്തേ, പ്രതികൂലത്തിൽ ഒരു തീരുമാനം എടുത്തു. എല്ലാവരും ശ്രദ്ധിച്ചേ, ഈ നല്ല കാലത്ത് തീരുമാനം എടുക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ പ്രതികൂലത്തിൽ തീരുമാനം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടെ ഈ സഭ തീരുമാനിച്ചു, ഭയങ്കര പ്രതികൂലം അനുഭവിച്ചു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം, വചനത്തെ കീപ്പ് ചെയ്യും, തള്ളിക്കളയത്തില്ല. ആ സഭയോട് ദൈവത്തിന്റെ ദൂത് പറയുന്നത്, ഡോർ തുറന്നു വെച്ചേക്കാം. ചൂസ് ലൈഫ്, ജീവനെ തിരഞ്ഞെടുക്കുക. മേരിയെ പോലെ
ഉദാഹരണം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ചൂടിന്റെ സമയം എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഒന്ന്, ജീവിതത്തിൽ സംഭവിച്ചത് എന്തോ ആയിക്കോട്ടെ, ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, നല്ലതിന് വേണ്ടി ചൂസ് ചെയ്യണം. തുടക്കത്തില് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റി, എന്നാലും നീ തിരിച്ചെഴുതാൻ ഒരു തീരുമാനം എടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം. അതിൽ ദുരഭിമാനം ഒന്നും തോന്നരുത്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഒന്ന് പുതിയ നിയമത്തിൽ നിന്ന്, ഒന്ന് പഴയ നിയമത്തിൽ നിന്ന് പറയാം. നമുക്കറിയാം ഒരു അപ്പന്റെ 2 മക്കൾ. ഒരുത്തൻ ഇളയവൻ എന്തോ പറഞ്ഞേ, അപ്പാ ലൂക്കോസ് 15 കിടപ്പുണ്ട്, എന്റെ സ്വത്തല്ല എനിക്ക് വേണം, എന്റെ പോർഷൻ എനിക്ക് വേണം. അവൻ അപ്പനെ ബുദ്ധിമുട്ടുണ്ടാക്കി അവന്റെ പോർഷൻ എല്ലാം ഇങ്ങ് വാങ്ങിച്ചു. അവൻ വിറ്റ് നന്മയാക്കി മാറ്റി. അതുകൊണ്ട് അവന്റെ നന്മ അതവൻ വിറ്റു. അന്നത്തെ ഭാഷയിൽ അത് കോയിനാക്കി മാറ്റി. എന്നിട്ട് ദൂരദേശത്ത് പോയി കൂട്ടുകാരായി ആടിച്ചു പൊളിച്ച്. അവന്റെ നന്മയെല്ലാം തീർന്നു. നന്മ തീർന്നപ്പോ കൂട്ടുകാർ വിട്ടുപോയി. ജോലി പോലും കിട്ടാത്ത അവസ്ഥയായി. ലാസ്റ്റ് ഒരു പന്നിയെ നോക്കുന്ന, നമ്മുടെ ഭാഷ പറയാം, പന്നി ഫാമിൽ ചെന്നു. അവിടെ ജോലിക്ക് ചോദിച്ചു. അവൻ പറയും ശമ്പളമൊന്നുമില്ല, വേണേ പന്നി നോക്കിക്കോളാൻ പറഞ്ഞു. വല്ലപ്പോൾ തന്നാ നീ കഴിച്ചോണം, അത്രേ ഉള്ളൂ. ലാസ്റ്റ് മര്യാദയ്ക്ക് ഫുഡ് പോലും പന്നി ഫാമിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് പന്നിക്ക് കൊടുക്കുന്ന ഫുഡ് എടുത്ത് വയറ് നിറയ്ക്കേണ്ട അവസ്ഥ. അതുപോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. അത്രയ്ക്കും കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, എവിടെ ഉന്നത അനുഭവത്തിൽ കിടന്നതാ. പക്ഷെ ഇപ്പൊ ഈ ഒരു അനുഭവമായി പോയി. പക്ഷേ ആ പന്നിയുടെ, ഞാൻ എന്റെ ഭാഷയിൽ പറയാം, ആ പന്നിക്കൂട്ടിൽ പന്നിയുടെ ഫാമിൽ കിടക്കുമ്പോ താൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. ഞാൻ അപ്പനോട് പറയും, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാനൊരു തീരുമാനമെടുക്കാം. കാരണം എൻ്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാർ പോലും തിന്നിട്ട് ഫുഡ് വേസ്റ്റ് വരുന്നുണ്ട്. എൻ്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാർ പോലും, അവർക്കും സമൃദ്ധിയാണ്. ജോലി ചെയ്യാൻ വരുന്നവർ പോലും തിന്നു കഴിച്ച് എന്നിട്ടും അധികം വരിക. അങ്ങനെയുള്ള ഞാനാ ഒരു പിടിക്ക് വേണ്ടി മൃഗത്തിന് കൊടുക്കുന്ന ഫുഡ് പോലും കിട്ടാൻ പറ്റാതെ ഞാൻ ദൂരദേശത്ത് കിടക്കുന്നത്. അവനൊരു തീരുമാനമെടുത്തു, റിട്ടേൺ. അവിടാണ് നമ്മുടെ അനുഗ്രഹം. ചൂസ് ചെയ്യുക, നന്മയും തിന്മയും, അനുഗ്രഹവും ക്ഷാമവും. കഴിഞ്ഞ നാളെ ആ പാലിച്ച പറ്റി എങ്കിലും ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ നമ്മുടെ അനുഗ്രഹം ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളെ വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ പറ്റിക്കാണത്തില്ല, ഇച്ചിരി പാലിച്ചൊക്കെ പറ്റിക്കാണ്. നമ്മുടെ കയ്യിലെ ഓട്ടെ, അത് വിഷയമില്ല. ഇനിയൊരു തീരുമാനം എടുക്കാമോ? ഇനിയൊരു തീരുമാനം എടുക്കാമോ? ഇന്നൊരു തീരുമാനം എടുക്കാമോ? ചിലപ്പോൾ കഴിഞ്ഞ നാളുകളെ പോലെ അത്ര ഒന്നും പറ്റിക്കാണത്തില്ല, അത് വിഷയമല്ല. സ്നേഹവാനായ നല്ലൊരു അപ്പനെയാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. നിന്നെ ഛേദിച്ച് കളയുന്ന ദൈവമല്ല, നിന്നെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു കർത്താവാണ്. ഇതുപോലൊരു ദൈവം വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പറ്റിപ്പോയപ്പാ, കുറവ് പറ്റിപ്പോയപ്പാ, എനിക്ക് ചില പാളിച്ച പറ്റിയപ്പ എന്ന് പറഞ്ഞ് നീ ആത്മാർത്ഥമായി സമർപ്പിക്കുന്നെങ്കിൽ നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവം. എന്തൊരു ദൈവസ്നേഹം ആരത്തി ഇറങ്ങിയ. ഇതാ ക്രിസ്തുവിന്റെ സ്നേഹം, ഇതാ അപ്പന്റെ സ്നേഹം. അതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേക. അപ്പനാ ദൈവത്തിന്റെ പൊസിഷൻ അല്ല നിൽക്കുന്നേ, സ്വർഗത്തിലെ അപ്പന്റെ പൊസിഷനാ. മക്കളോട് മനസ്സലിയുന്ന ദൈവം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവർ തീരുമാനമെടുത്തു, ഞാൻ അപ്പന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൻ അപ്പനോട് പറയും, എന്നെ മകനായിട്ട് കണ്ടില്ലേലും വേലക്കാരനായിട്ട് കണ്ടാൽ മതി. തെറ്റ് പറ്റിയിട്ടാ ഇറങ്ങിപ്പോയെ. പക്ഷെ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ഇവിടെ കിടക്കത്തില്ല, ഈ തിന്മയെ ഞാൻ ഇനി കിടക്കത്തില്ല, ഈ ശാപത്തെ ഞാൻ കിടക്കത്തില്ല, ഞാൻ ചൂസ്, നല്ലത് തിരഞ്ഞെടുക്കും. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് വന്ന ചിലരെ നോക്കി പറയുന്നു, ഇനി ആ പരതി കിടക്കരുത്, ഇനി പ്രാർത്ഥനയില്ലാതെ കിടക്കരുത്, ഇനി വചനധ്യാനമില്ലാതെ കിടക്കരുത്. അത് വിട്ടുകളാ, അവിടുന്ന് റിട്ടേൺ ബാക്ക്. അവൻ തിരിച്ചു വന്നപ്പോ അപ്പൻ, ബൈബിൾ ഇങ്ങനെ പറയുന്നേ, അപ്പൻ ഓടിച്ചെന്ന അവൻ മോൻ ചിന്തിച്ചതിലും അപ്പുറം അപ്പൻ കയറി പ്രവർത്തിച്ചു. മോൻ ചിന്തിച്ചത്, അപ്പാ ക്ഷമിച്ചേക്കണേ, മോനായിട്ട് കാണാൻ പറ്റത്തില്ല, അപ്പൻ ഇച്ചിരി വിരോധമായിരിക്കും ഇറങ്ങിപ്പോയതിന്റെ, പക്ഷെ വേലക്കാരനായിട്ടെങ്കിലും എന്നെന്ന്. പക്ഷെ ബൈബിൾ പറയുന്നു, ഈ അപ്പൻ അങ്ങനെ അല്ലായിരുന്നു, സ്വർഗത്തിലെ അപ്പന്റെ പ്രതിനിധിയാ. നല്ലത് തെരഞ്ഞെടുത്ത് നീ തിരിച്ചു വന്ന, നീ ചിന്തിച്ചതിലും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവായി ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഓടി വന്നവനെ അപ്പൻ ചേർത്ത് പിടിച്ചു. പഴയ അങ്കിയായിരുന്നു, നല്ല അങ്കി കൊടുത്തു, കൈക്ക് നല്ല മോതിരം കൊടുത്തു, നല്ല ചെരുപ്പ് കൊടുത്തു. എന്നിട്ട് വേലക്കാരോട് പറഞ്ഞു, ഏറ്റവും തടിച്ച കാളക്കുട്ടിയെ അറുത്തോണ്ട് വാ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുകയാണ്, ഇന്ന് നീ ഒരു തീരുമാനമെടുത്താൽ നഷ്ടപ്പെട്ടത് പോട്ടെ, കഴിഞ്ഞ കാലത്തെ പരാജയം പോട്ടെ, പക്ഷെ വീണ്ടും തിരിച്ചു വരാൻ നീ ഒരു തീരുമാനമെടുത്താൽ ചൂസ് ലൈഫ്, ഗുഡ് പാർട്ട് തിരഞ്ഞെടുക്കുക. അതാ യേശു പറഞ്ഞത്. മേരി നല്ലത് തിരഞ്ഞെടുത്തു. ആരും അവളിൽ നിന്ന് അത് നഷ്ടപ്പെട്ട മകൻ, അപ്പന്റെ രണ്ടാമത്തെ മകൻ, ഹല്ലേലൂയ, ഒരു തീരുമാനമെടുത്തപ്പോ ഇനി ആരും അപഹരിക്കാൻ പറ്റത്തില്ല. വന്നപ്പോ ചേട്ടൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നും വീട്ടിലുള്ള എനിക്കിത് കിട്ടിയില്ലല്ലോ, തടിച്ച കാളയും ആരവവും ഒക്കെ കിട്ടിയില്ല. ആരൊക്കെ എതിർത്താലും നീ ഒരു തീരുമാനമെടുത്താൽ സ്വർഗത്തിന്റെ തീരുമാനത്തിൽ അതിന്റെ അകത്ത് ദൈവം നിന്നെ മാനിച്ചിരിക്കും. നിനക്ക് രണ്ടുമുണ്ട്, അനുഗ്രഹവും ശാപവും, നന്മയും തിന്മയും, ജീവനും മരണവും, എന്തും തിരഞ്ഞെടുക്കാം. ഫിലദൽഫിയ സഭ എടുത്തു, വചനം കാക്കും. ജോഷുവ തീരുമാനിച്ചു, ഞാനും എന്റെ കുടുംബവും ഇനി എന്തോ പറ്റിയാലും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഹല്ലേലൂയ. പൗലോസ് തീരുമാനിച്ചു, പിമ്പിലുള്ളതെല്ലാം ഞാൻ മറക്കുക, എനിക്ക് പരമവിളി, അത് ഞാൻ തിരഞ്ഞെടുക്കാൻ പോവാം. ഹല്ലേലൂയ. ഇവിടെ ഈ മകൻ തെറ്റുപറ്റിപ്പോയതാ. തുടക്കത്തിലെ ചേർന്ന് നിൽക്കാൻ പറ്റിയില്ല, മാറിപ്പോയി. പക്ഷെ ഒരു തീരുമാനം എടുത്തു. അവിടെ വെച്ചവന്റെ തീരുമാനമെടുത്തു, ദൈവം അവിടെ മാനിച്ചു. ഇനി ഒരു സംഭവം ഒന്ന് വായിച്ച്, നമ്മുടെ കൊതിയാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹം കൊണ്ടുവരും. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരത്തിൽ നിന്ന് പ്രാപിക്കുക. ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചേ, നമ്മൾ എടുക്കുന്ന നല്ല തീരുമാനം ഉയരത്തിൽ നിന്ന് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു വീഴും. എല്ലാവരും എടുത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം, അതിൽ 1 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചേ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ശ്രദ്ധിച്ചേ, ഇത് പ്രവാചകനായ ഏലിയാവിന്റെ മരണസമയമാണ്. ഏലിയാവ് മരിക്കാൻ സമയം. ഏലിയാവിന്റെ മരണസമയത്ത് നമുക്കറിയാം, 1 രാജാക്കന്മാര് പഠിക്കുമ്പോൾ ശക്തനായ പ്രവാചകൻ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ദൈവം തിരിച്ചു വിളിക്കുക. അവന്റെ ശുശ്രൂഷ കഴിഞ്ഞ് ദൈവം തിരിച്ചു വിളിക്കാം. ഈ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ സമയമായപ്പോൾ ഏലിയാവ് എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവിന്റെ കൂടെ ആര് കൂടെ നടക്കുന്ന? എലീശ എന്ന് പറഞ്ഞ പ്രവാചകനും കൂടെ ഗിൽഗാലിൽ നിന്ന് അവർ യാത്ര തിരിച്ചു. ഇനി 2 മുതൽ വായിച്ച്. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഏലിയാ പ്രവാചകൻ പറഞ്ഞു, എലീശയെ നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ എങ്ങോട്ട് പോവാന്നറിയാമോ? ഞാൻ ബേഥേലിലേക്ക് പോവാ, ബേഥേലിലേക്ക് എന്നെ അയച്ചേക്കോ ദൈവം, നീ ഇവിടെ തന്നെ നിന്നോ. കാരണം ഞാൻ അവിടെ നിന്ന് അടുത്ത് അധികം താമസിക്കാതെ ദൈവം എന്നെ ചുഴലിക്കാറ്റിൽ എന്ത് ചെയ്യാൻ പോവാ, എന്നെ തിരിച്ചു വിളിക്കാൻ പോവാ, ഞാൻ തിരിച്ചു കയറി പോവാൻ പോവാ. നീ എൻ്റെ കൂടെ നീ വരേണ്ട വല്ല കാര്യമൊന്നുമില്ല. എലീശായെ നീ എൻ്റെ കൂടെ വരണ്ട, നീ ഇവിടെ തന്നെ, ഞാൻ ബേഥേലിലേക്ക്, നീ ഗിൽഗാലിൽ നിന്നോ, ഞാൻ ബേഥേലിലേക്ക് പോവാ. അതിന് എലീശ പറഞ്ഞ ആൻസർ ശ്രദ്ധിച്ചേ. എലീശ അവനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് പോയി. എലീശ ഒരു തീരുമാനം എടുത്തു, ദൈവമാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിട്ട് വിടുകയില്ല, ഞാൻ നിന്റെ കൂടെ വരുവാ. നീ ബേഥേലിലാണോ? ഞാൻ ബേഥേലിലേക്ക് വരുവാ. കേട്ടോ, എടാ കൂടെ നിന്നവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോകും, നീ എന്നെ വിട്ടു പോ, നീ എന്തിനാ വെറുതെ എന്റെ കൂടെ വരുന്നേ? ഞാൻ ഏത് നിമിഷം ഇനിയും ബേഥേലിലാണോ തൊട്ടടുത്ത സ്ഥലത്ത് എപ്പോഴാന്ന് വെച്ചാൽ ചുഴലിക്കാറ്റ് വരും, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുക, നീ എന്തിനാ എന്റെ കൂടെ വരുന്നേ? ഇവൻ പറയില്ല, ഞാൻ വിടത്തില്ല. തീരുമാനമാണ്. ചില തീരുമാനമാണ് അത്ഭുതം കൊണ്ടുവരുന്നത്. പറഞ്ഞു വിട്ടിട്ട് പൊയ്ക്കൂടാന്ന് പറഞ്ഞു, എന്നാലും പോത്തില്ല. നീ വരണ്ടാന്ന് പറഞ്ഞു, എന്നാലും വരത്തില്ല. എന്നാലും പറ്റില്ല, ഞാൻ വരുവാ. അങ്ങനെ ആ സഹി കെട്ട് രണ്ടും കൂടെ എവിടെ വന്നു? ബേഥേലിലേക്ക് വന്നു. നീ അടുത്ത് ശ്രദ്ധിച്ചേ. ബേഥേലിലെ പ്രവാചകന്മാർ
ഏലിശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലക്കിൽ നിന്നും എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അവിടെ ഈ ബേഥേലി വന്നപ്പോ അവിടെ ഇവർ രണ്ടുപേരും അല്ല, ഈ പ്രവാചക ശിഷ്യം വെച്ചാൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭാഷ പറഞ്ഞ ബൈബിൾ സ്കൂൾ അല്ലെങ്കിൽ ബൈബിൾ കോളേജ്, പ്രവാചകന്റെ കീഴിൽ പഠിക്കുന്ന ശുശ്രൂഷകരായി കുറച്ച് പേരും കൂടെ ഉണ്ട്. മെയിൻ പ്രവാചകന്റെ കൂടെ നിൽക്കുന്നവരുണ്ട്, അവരെ ട്രെയിൻ ചെയ്ത് ശിഷ്യനാക്കി പഠിപ്പിക്കുന്നവരുണ്ട്. അവിടെ കുറച്ച് പേരുണ്ട്. അപ്പൊ അവര് പറയാ, ഇവിടെ നീ എന്തിനാടാ ഇവിടെ നടക്കുന്നത്? നീ അവിടുന്ന് ഗിൽഗാലിൽ നിന്ന് വന്ന് ഇവിടെ ബേഥേലി, നിനക്ക് ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് അറിയത്തില്ലയോ നിന്റെ യജമാനെ ദൈവം ഇപ്പൊ നിന്റെ തലക്കിൽ നിന്നും എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. ഒരിച്ചിരി കളിയാക്കും കൂടെ ചോദിച്ചു, എടാ നിനക്ക് അറിയത്തില്ലയോ നിന്റെ യജമാനെ ദൈവം എടുക്കാൻ പോകും? നിനക്ക് അവിടെ ഗിൽഗാലിൽ അങ്ങനെ താമസിച്ചാ പോരെ? നീ എന്തിനാ യാത്ര ചെയ്ത് ഇപ്പൊ ബേഥേലി വന്നേക്കുന്നു? എന്റെ അർത്ഥം, നീ എന്തിനായി വരുന്നേ? എന്തിനാ വന്നേ? വല്ല കാര്യമുണ്ടോ? നിന്റെ യജമാനെ എടുക്കാൻ പോവില്ലേ? അടുത്ത് അതിന് അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. പറയാ എലീശ പറയാ, എനിക്കറിയാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, മിണ്ടാതിരിക്കുക. അടുത്ത് ഏലിയാവ് അവനോട്, ഏലിശയെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും എലിയാ പറയുന്നേ, നീ ഇന്നലെ ഇവിടം വരെ വന്നു, നീ ബേഥേലി താമസിച്ചോ, നീ എന്റെ കൂടെ വരണ്ട, ഞാനിപ്പോ എങ്ങോട്ട് പോവാ? യെരിഹോവിലോട്ട് പോവാ. എന്നെ അങ്ങോട്ട് അയച്ചു, നിയോഗം അങ്ങോട്ട് പോകാനാ. നിങ്ങളെല്ലാം ഇവിടെ പ്രവാചക ശിഷ്യന്മാരും ഒക്കെ ഉണ്ടല്ലോ, കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ അങ്ങ് താമസിച്ചോ, ഞാൻ യെരിഹോവിലേക്ക് പോവാ, നീ ബേഥേലി താമസിച്ചോ. വീണ്ടും എലീശ എന്തോ പറഞ്ഞേ? അതിന് അവൻ യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. യഹോവയാണ് ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എവിടെ പോയി? അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. വിടത്തില്ല. ഗിൽഗാലിൽ ഇറങ്ങി ബേഥേലി വന്നു. ബേഥേലി നിൽക്കാൻ പറഞ്ഞു, അവിടെ നിൽക്കുന്നില്ല. ഇപ്പൊ യെരിഹോവിലോട്ട് രണ്ടും കൂടെ പോയി. നോക്കിയോ, ഒരുത്തന്റെ തീരുമാനമാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ഇനി സംഭവം ഒന്ന് ഷോർട്ട് ചെയ്യാം. ഇനി അവിടുന്ന് ഇനി 6 ഒന്ന് വായിച്ച് 6. അതിന്റെ മുമ്പേ ഇനി ഒരു കളിയാക്കലുണ്ട്, ആ കളിയാക്ക മാറ്റി വെച്ചിട്ട് ഇനി 6-ാം വാക്യം. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും പറയാ, നീ ഇവിടെ താമസിച്ചോ, ഞാൻ യോർദാനിലേക്ക്, യെരിഹോയിൽ അങ്ങോട്ട് പോവാ, ഞാൻ യോർദാനിലേക്ക് പോവാ, നീ ഇവിടെ നിന്നോ. ഇവൻ പറയാ, ഇല്ല, ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനെ അവനെയും കൂടെ ബഹളം കാരണം, ഗതികേട് കാരണം അവനെയും കൂടെ എന്ത് ചെയ്തു? ഇരുവരും പോയി. ഇനി 7 തൊട്ട് പെട്ടെന്ന് വായിച്ചു. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നും അവർ ഇരുവരും യോർദാനരികെ നിന്നു. അപ്പോൾ ഏലിയാവ്, അപ്പം ഈ ബൈബിൾ സ്കൂൾ, നമ്മുടെ പറഞ്ഞ ബൈബിൾ സ്കൂളിലെ പഠിപ്പിക്കുന്നവരാ 19 പേര് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് എന്തിനായി അവൻ കാണിക്കുന്നേ? ഈ ഏലീശ എന്തോ കാണിക്കുന്നത്? അവന്റെ ഏലിയാവ് ഇപ്പൊ എടുക്കാൻ പോവാ, അവൻ പുറകെ നടക്കും, ഇവന് വല്ല കാര്യമുണ്ടോ? പക്ഷെ ഏലീശയ്ക്കറിയാം, തെരഞ്ഞെടുക്കാൻ പോകുന്ന നല്ല പാട്ടാണ്. മറ്റവർക്കും ഒക്കെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ മെയിൻ ആള് ഞങ്ങളെ പഠിപ്പിച്ചു, അവനിപ്പോ സ്വർഗത്തിലേക്ക് എടുക്കാൻ പോവാ, അവര് മാറിയിരിക്കുക. 50 പേരുടെ എടുക്കാൻ പോവാ, നീ എന്തിനാ അവിടെ നിൽക്കുന്നേ? കളിയാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ മറ്റവനറിയാം, തെരഞ്ഞെടുത്തത് നല്ലൊരു പാട്ട് തെരഞ്ഞെടുക്കാൻ പോവാ. ഇത്രയായപ്പോ ഏലിയാവിന് ഡൗട്ട്. ഏലിയാവ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്താണ്? അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്തെ മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവൻ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരയണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഏലിയാവ് ചോദിച്ചു, എന്തിനാ നീ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ? ഒരു കാര്യം മനസ്സിലായി, ഞാൻ എടുത്തുകൊള്ളാൻ പോവാ, നിനക്ക് എന്തോ വേണ്ട? എന്തിനാ നീ എന്റെ പിന്നോലെ പറ്റി നിൽക്കുന്നേ? എല്ലാരും വരണ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ യോർദാനോളം എന്റെ അടുത്ത് വന്നേ? പറയാ, നിന്റെ ആത്മാവിന്റെ എനിക്ക് വേറൊന്നും വേണ്ട, ഞാൻ ഇത്രയും നേരം നിന്റെ പൊന്നാലെ നടന്ന് എന്തിനാന്നറിയാമോ? ബേഥേലിന്നും യോർദാനും ഒക്കെ കടന്ന് യെരിഹോവിൽ കൂടെ ഒക്കെ ഇന്ന് ഇവിടെ വരെ എത്തി ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ നല്ല തിരഞ്ഞെടുക്കുക. അവർക്കെല്ലാം ഹല്ലേലൂയ, നീ മേലോട്ട് പോകുന്നത് അസന്തോഷം, പൊയ്ക്കോട്ടെ, പക്ഷെ പോകുന്നതിന് മുമ്പേ ഞാനും അത് സന്തോഷിക്കുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പേ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ എനിക്ക് വേണം. ഇതാണ് നമ്മുടെ കൊതി, ഒരു തീരുമാനം. നല്ലത് തിരഞ്ഞെടുക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്നിൽ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ട്, അതിന്റെ ഇരട്ടി പങ്ക്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, ഈ തലമുറയിൽ എന്തിനു കൊതിക്കണമെന്നറിയാമോ? ഉയരത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കൊതിക്കാമെങ്കിൽ അതിന് തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്.
എന്നിട്ട് അടുത്ത വാക്യം വായിച്ചു അതിന് പെട്ടെന്ന്. എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. ഒരു കാര്യം പറയാം, നീ ചോദിച്ചത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം. പക്ഷെ ഞാനൊരു ദൂത് പറയാം. ഞാന് ഈ ചുഴലിക്കാറ്റ് എടുക്കുന്നത് നീ കണ്ണാൻ ഐ കോണ്ടാക്ട് നീ കണ്ടാൽ നീ ചോദിച്ച സാധനം ഉയരത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴും. അവനൊരു തീരുമാനം എടുത്തു, ഇനി കണ്ണിമ വീട്ടത്തില്ല. ഇതുവരെ കൂടെ നടക്കുമായിരുന്നു, ഞാൻ വരുന്നു ഞാനും വരുന്നു ഞാനും വരുന്നു ഞാനും വരുന്നു. അടുത്ത തീരുമാനം, ഇനി നീ മേലോട്ട് ചുഴലിക്കാറ്റ് പോന്നവരെ എന്റെ കണ്ണു മാറത്തില്ല, ഞാൻ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഇതാ ചില തീരുമാനം. ഹല്ലേലൂയ. ഉയരത്തിലേക്ക് നോക്കാൻ നീ ഒരു തീരുമാനം എടുത്താൽ അത് നിന്റെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. ഇനി വായിച്ചേ. അല്ലെന്നു വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിയക്ഷങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് കണ്ണമായി കീറിക്കളഞ്ഞു. 13. പിന്നെ അവൻ ഏലിയാവിൽ നിന്നും വീണ പുതപ്പെടുത്തെ. ഈ സമയത്തൊരു സംഭവം സംഭവിച്ചു. 12 കാണിച്ചു, 12 വാക്യം കാണിച്ച് 12. ഹല്ലേലൂയ. 11 കാണിച്ച് 11. താങ്ക് യു ജീസസ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിയക്ഷങ്ങളും വന്നു. ഈ സംസാരിച്ചുകൊണ്ട് നടന്ന രണ്ടുപേരെ വേർതിരിച്ചു. ചുഴലിക്കാറ്റിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ ആ കാറ്റത്ത് വേറൊരു സംഭവം സംഭവിച്ചു. ഏലിയാവിൽ നിന്നൊരു പുതപ്പ്, ഹല്ലേലൂയ, അവന്റെ മേലിലിടുന്ന മേലങ്കിയുടെ പുതപ്പ്, നമ്മുടെ ഭാഷ പറഞ്ഞ ആ കോട്ട് മേളീന്ന് ഇവനിലേക്ക് വന്നു വീരാനിട വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഒരു തീരുമാനം എടുത്താൽ ഉയരത്തിൽ നിന്ന് ദൈവം ചിലത് പകരും. ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കാമോ? ഈ തലമുറയിൽ നീ വേറൊന്നും കൊതിക്കണ്ട. എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അവസാനം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് 1 മണിക്ക് മുമ്പ് നിർത്തണമെന്ന് തീരുമാനിച്ചു. പക്ഷെ സ്പിരിറ്റിന്റെ മൂവ് നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 1 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആ ഇറങ്ങിത്തിരിച്ച ബേതേൽ മുതൽ ഗിൽഗാല് മുതൽ ബേതേൽ മുതൽ ഇങ്ങനെ ചേർന്ന് നടക്കുക. പോടാ മാറി പോകുന്നില്ല. കൂടെ നടക്കുന്ന 19 പേര് ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അവർ കൂട്ടുകാര്, ഫ്രണ്ട്സ്, ഹല്ലേലൂയ, കൂടെ പഠിക്കുന്നവര്, ഹല്ലേലൂയ. അവര് പറഞ്ഞിട്ട് എന്തിനാടാ എടുക്കാൻ പോകും, നീ എന്തിനാ കൂടെ നടക്കുന്ന, എന്നിട്ടും വിടുന്നില്ല. ഹല്ലേലൂയ. ബേതേലാകട്ടെ യോർദാനാകട്ടെ എല്ലാം ചേർന്ന് നിൽക്കുക, വിടുന്നില്ല. നിന്റെ തീരുമാനമാണ്. അവനോട് പറ്റിയിരുന്നാൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വീണ്ടും പറ്റിയിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ടും പറഞ്ഞു, യജമാനൻ പറഞ്ഞു, പറ്റിയിരുന്നാൽ മാത്രം പോരാ, ഞാൻ അഗ്നിരഥത്തിൽ എടുക്കുമ്പോ, കാറ്റടിക്കുമ്പോ നീ കണ്ടാൽ ഒരു പുതപ്പ് വീഴും. ഞാൻ ചിലരോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഒരു പുതപ്പ് നിന്റെ മേൽ വന്നു വീഴാൻ പോകുക. ഉയരത്തിന്റെ നന്മയുടെ അഭിഷേകത്തിന്റെ ദൈവകൃപയുടെ പുതപ്പ്. Receive it. Part of God. Yes. പ്രാപിച്ചു. നിന്റെ മേൽ ആത്മസാന്നിധ്യം. ചിലരെ തൊടുക. ആരാധിച്ചു. പ്രാപിച്ചു. എലിയാവിന്റെ പുതപ്പ് നിന്റെ ജീവിതത്തിന് മേൽ ഇറങ്ങുക. ഇന്ന് പകൽ സ്വർഗത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്, ദൈവപ്രവൃത്തിയുടെ പുതപ്പ്, നന്മയുടെ നിറവ് ഉയരത്തിൽ നിന്ന് വ്യാപരിക്കാൻ പോകുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒരു വാക്ക് കൂടെ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു.
ഇന്നൊരു വലിയ ആത്മപകർച്ച ഇതിനകത്ത് ചതിക്കാൻ പോവുക. നിന്റെ തീരുമാനം നിന്റെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവരും. നിനക്ക് തീരുമാനിക്കാം, ബേഥേലി വിട്ടിട്ട് പോകാം, യോർദാനക്കര വിട്ടിട്ട് പോകാം, നിനക്ക് എന്തും തീരുമാനിക്കാം. പക്ഷെ നീ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് നീ ചിലത് പ്രാപിക്കും. അടുത്ത വായിച്ചു, അടുത്ത വേഗത്തിൽ വായിച്ചു. ഏലിയാവിന്മേൽ നിന്നും വീണ പുതപ്പ് കണ്ട് വായിച്ചു 14 മുതൽ. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കണ്ട് വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. നേരത്തെ ഏലിയാവും കൂടെ ചേർന്നാണ് അക്കരയ്ക്ക് കടന്നത്, യോർദാൻ കടന്നു. ഈ യോർദാന്റെ പ്രത്യേകം മരണ യോർദാൻ എന്ന് പറയും. ഈ കൊയ്ത്തുകാലത്ത് പോലും ഇത് കരകവിഞ്ഞൊരുങ്ങുന്ന യോർദാനാണ്. ഏലിയ കൊണ്ടപ്പോ ഇങ്ങനെ ചാടി. ഇവൻ ഇവിടെ നോക്കാൻ നേരത്ത് ഇപ്പുറത്ത് അക്കരെ എത്തി. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എത്തി. ഏലിയാവ് പോയി. ഈ കരയ്ക്കകത്ത് ആരുണ്ട്? എലീശ മാത്രമല്ല, മേലിൽ നിന്ന് വീണ ഒരു പുതപ്പുണ്ട്. കാരണം അപ്പുറത്ത് 19 പേര് ഇങ്ങനെ നോക്കി നിൽക്കുക. നിന്നോടൊക്കെ പറഞ്ഞല്ലേ അവൻ എടുക്കപ്പെടുമെന്ന്. എന്തിനാടാ ഇറങ്ങി തിരിച്ചേ എന്ന്. ഇപ്പൊ ഈ യോർദാൻ അപ്പുറം നീ ആ വെള്ളത്തിന് അവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ എന്ന് പറയുന്ന ചിലരുണ്ട്. നമ്മൾ ചില തീരുമാനം എടുക്കുമ്പോൾ ചിലരിങ്ങനെ നോക്കി നിൽക്കും, ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ. പക്ഷേ നിന്റെ തീരുമാനത്തെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഇപ്പുറത്ത് 50 പേര് നോക്കി നിൽക്കുക. ഈ കരകവിഞ്ഞൊരുന്ന യോർദാനിൽ നീ മുങ്ങിപ്പോകുമെന്ന്. പക്ഷെ സംഭവിച്ച എന്താണെന്നറിയാമോ? ഏലിയാവിന്ന് വീണ ആത്മാവിന്റെ ഇരട്ടി പങ്കിന്റെ സിംബോളിക്കായ ആ പുതപ്പെടുത്ത് യോർദാനെ ഒറ്റ അടികം കടിച്ചു. ചിലപ്പോ നിനക്കൊന്നും ഇല്ലായിരിക്കാം, അഭിഷേകം മതി. നിനക്കൊന്നും ഇല്ലായിരിക്കാം, ദൈവ സാന്നിധ്യം മതി, പ്രാർത്ഥന മതി. ചിലപ്പോ നിനക്കൊന്നും കാണത്തില്ല. ഇത് മതി, ഇത് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോഷുവ മോശയുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ വെള്ളം കിട്ടാതെ പാറ കർത്താവ്, എടാ പാറയെ നിന്റെ കയ്യിൽ ഇരിക്കുന്ന വടി ഇരിപ്പുണ്ട്, അത് വെച്ച് പാറ അടിക്ക്, പാറ പിളർന്ന് വെള്ളം വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ കൈ ദൈവം ചിലത് തന്നിട്ടുണ്ട്, അത് വെച്ച് അടിക്കുമ്പോ ചിലതിന്റെ മേൽ വിടുതൽ നടക്കും. അടിച്ച് യോർദാൻ രണ്ടായി പിരിഞ്ഞു. അടുത്ത വാക്ക് 15 എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചകന്മാർ അവനെ കണ്ടിട്ട്, ഈ പ്രവാചക ശിഷ്യന്മാർ 50 എണ്ണം ഇങ്ങനെ എരിഹോവിന്ന് നോക്കി നിൽക്കുക. ഈ യോർദാനിൽ പോയി മുങ്ങി വീഴുമെന്നും പറഞ്ഞു. പക്ഷെ അവരിത് കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അവർ അവനോട്, എതിര് നിന്നവർ, നോക്കി നിന്നവർ, കളിയാക്കാൻ നിന്നവർ, നിന്റെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിക്കും. നീ തെരഞ്ഞെടുക്കുമ്പോൾ പുതിയ പുതപ്പ് ദൈവം ഏൽപ്പിക്കും. അത് വെച്ച് ചിലതിനെ അടിച്ചോ, ശത്രുവിന്റെ പദ്ധതികൾ പൊളിയും. ശക്തമായ